എന്നാൽ ചില സന്ദർഭങ്ങളിൽ പദങ്ങൾക്കനുസരിച്ച് യുമുഷ ഗേയുടെ ഉച്ചാരണ രീതിയും മാറാറുണ്ട്. അതിൽ ആദ്യത്തെ ഉച്ചാരണ രീതി, യുമുഷ ഗേ 2 വവൽ ലെറ്റേഴ്സിനിടയിൽ വരുന്ന ചില സന്ദർഭങ്ങളിൽ യുമുഷ ഗേക്ക് ശേഷം വരുന്ന വവൽ ലെറ്റർ സൈലന്റ് ആക്കിയാണ് ഉച്ചരിക്കേണ്ടത്. ഈ ഒരു രീതി സാധാരണ സംസാരങ്ങളിലാണ് കാണപ്പെടുന്നത്. എന്നാൽ ഫോർമൽ ആയിട്ടുള്ള സംസാരങ്ങളിൽ വവൽ ലെറ്റർ സൈലന്റ് ആക്കാതെയും ഉച്ചരിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ആർ 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 മീൻസ് ഹെവി. ഈ പദത്തിലെ യുമുഷ ഗേക്ക് ശേഷം വരുന്ന എന്ന ലെറ്റർ സൈലന്റ് ആക്കി ആർ എന്നാണ് ഉച്ചരിച്ചിട്ടുള്ളത്. എന്നാൽ ഫോർമൽ ആയിട്ടുള്ള സംസാരങ്ങളിൽ ശേഷം വരുന്ന എന്ന വവൽ ലെറ്ററിനെ സൈലന്റ് ആക്കാതെ അവർ എന്നും ഉച്ചരിക്കാറുണ്ട്. അവർ ആർ അവർ. ഇനി യുമുഷ ഗേയുടെ രണ്ടാമത്തെ ഉച്ചാരണ രീതി. യുമുഷ ഗേ ഫ്രണ്ട് വവൽസ് ആയ എ, ഇ, എന്നീ ലെറ്റേഴ്സിന് ശേഷം വരികയാണെങ്കിൽ ഇംഗ്ലീഷ് ലെറ്റർ വൈ പോലെയാണ് യുമുഷ ഗേ ഉച്ചരിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, എയ്ത്തിം മീൻസ് എഡ്യൂക്കേഷൻ. എയ്ത്തിം എന്ന പദത്തിൽ ഫ്രണ്ട് വവലായ എക്ക് ശേഷമാണ് യുമുഷ ഗേ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിനെ ഇംഗ്ലീഷിലെ വൈ പോലെ എയ്ത്തിം എന്നാണ് ഉച്ചരിക്കേണ്ടത്. എയ്ത്തിം. ഇനി മൂന്നാമത്തെ ഉച്ചാരണ രീതി. ചില സന്ദർഭങ്ങളിൽ യുമുഷ ഗേ 2 വവൽസിനിടയിൽ വന്നാൽ യുമുഷ ഗേ സൈലന്റ് ആക്കിയാണ് ഉച്ചരിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, സൗക്ക് മീൻസ് കോൾഡ്. ഈ പദത്തിൽ യുമുഷ ഗേ 2 വവൽ ലെറ്ററിനിടയിലാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ യുമുഷ ഗേ സൈലന്റ് ആയി സൗക്ക് എന്നാണ് ഉച്ചരിക്കേണ്ടത്. സൗക്ക്. യുമുഷ ഗേക്ക് ശേഷം ഇംഗ്ലീഷിൽ നിന്നും വ്യത്യസ്തമായ മറ്റൊരു ലെറ്ററാണ് ജെ. ടർക്കിഷിലെ ആൽഫബറ്റ്സിൽ ഉൾപ്പെടുമെങ്കിലും ഈ ലെറ്റർ ഒരു യഥാർത്ഥ ടർക്കിഷ് പദങ്ങളിൽ കാണുകയില്ല. അതായത് ഫ്രഞ്ച് അല്ലെങ്കിൽ പേർഷ്യൻ ഭാഷകളിൽ നിന്നും ടർക്കിഷ് ഭാഷയിലേക്ക് കടന്നു വന്നിട്ടുള്ള പദങ്ങളിലാണ് ജെ എന്ന ലെറ്റർ കാണുന്നത്. ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇംഗ്ലീഷിലെ പ്ലഷർ എന്ന വേർഡിലെ എസ് എങ്ങനെയാണോ ഉച്ചരിക്കുന്നത് അതുപോലെയാണ് ഈ ലെറ്റർ ഉച്ചരിക്കേണ്ടത്. ജെ. ഇതിലെ അവസാനത്തെ ലെറ്റർ സെ. ഇംഗ്ലീഷിൽ നിന്നും ഈ ഒരു ലെറ്ററിനെ വ്യത്യസ്തമാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് ലെറ്റർ എസ് പല പദങ്ങളിലും പല രൂപത്തിലാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. അതായത് ഷുഗർ എന്ന പദത്തിൽ എസ് ഷ് എന്ന സൗണ്ടിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഷുഗർ. എന്നാൽ റീസൺ എന്ന പദത്തിൽ എസ് ലെറ്റർ സ് എന്ന ശബ്ദത്തെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. റീസൺ. എന്നാൽ ടർക്കിഷിൽ ഇത്തരത്തിലൊരു വ്യത്യസ്തത കാണാൻ സാധിക്കുകയില്ല. ടർക്കിഷിലെ സെ എന്ന ലെറ്റർ എപ്പോഴും സ് എന്നാണ് പ്രൊനൗൺസ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ, സോൺ മീൻസ് ലാസ്റ്റ്. സോ ഇതൊക്കെയാണ് കൂടുതലായി തെറ്റായി പ്രൊനൗൺസ് ചെയ്യുന്ന ടർക്കിഷ് ലെറ്റേഴ്സ്. ഇനി വൊവൽസിനെ പോലെ തന്നെ ടർക്കിഷിലെ 21 കൺസണൻസിനെയും 2 രൂപത്തിൽ തരംതിരിക്കാം. ഇതിലെ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ സ്ട്രോങ് കൺസണൻസ് ആൻഡ് സോഫ്റ്റ് കൺസണൻസ്. സ്ട്രോങ് കൺസണൻസിന് ടർക്കിഷിൽ സെർത്ത് എന്നും സോഫ്റ്റ് കൺസണൻസിന് യുമുഷാക് എന്നും പറയുന്നു. പേ, ചേ, തേ, കെ, ഫെ, സെ, ഷെ ആൻഡ് ഹെ. ഈ ലെറ്റേഴ്സാണ് സ്ട്രോങ് കൺസണൻസിൽ ഉൾപ്പെടുന്നത്. ബെ, ജെ, ദേ, ഗെ, യുമുഷാക് ഗെ, ജെ, ലെ, മെ, നെ, രെ, വെ, യെ ആൻഡ് സെ. ഈ ലെറ്റേഴ്സാണ് സോഫ്റ്റ് കൺസണൻസിൽ ഉൾപ്പെടുന്നത്. ഇതിലെ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ കണ്ടിന്യൂസ് കൺസണൻസ് ആൻഡ്
ഡിസ്കണ്ടിന്യൂസ് കൺസണൻസ്. കണ്ടിന്യൂസ് കൺസണൻസിനെ ടർക്കിഷിൽ സുരെക്ലി എന്നും ഡിസ്കണ്ടിന്യൂസ് കൺസണൻസിനെ സുരെക്സിസ് എന്നും പറയും. ഫെ, സെ, ഷെ, ഹെ, ജെ, ലെ, മെ, നെ, രെ, വെ, യെ ആൻഡ് സെ. ഈ ലെറ്റേഴ്സ് ആണ് സുരെക്ലി അല്ലെങ്കിൽ കണ്ടിന്യൂസ് കൺസണൻസിൽ ഉൾപ്പെടുന്നത്. പെ, ചെ, തെ, കെ, ബെ, ജെ, ദെ, ഗെ ആൻഡ് യുംഷഗെ ഇവയാണ് ഡിസ്കണ്ടിന്യൂസ് കൺസണൻസിൽ ഉൾപ്പെടുന്നത്. ഇതിലെ ഡിസ്കണ്ടിന്യൂസ് കൺസണൻസ് ആയ ബെ, ജെ, ദെ, ഗെ ഈ 4 ലെറ്റേഴ്സ് ടർക്കിഷ് പദങ്ങളുടെ അവസാനത്തിൽ ഒരിക്കലും വരുന്നത് കാണില്ല. കാരണം ഈ ലെറ്റേഴ്സ് ഒരു പദങ്ങളുടെ അവസാനത്തിൽ വരികയാണെങ്കിൽ ആ പദങ്ങളുടെ ഉച്ചാരണത്തിൽ ഒരു പ്രയാസം ഉണ്ടാക്കുകയും അല്ലെങ്കിൽ വാക്കുകളുടെ ഒരു ഫ്ലോ നഷ്ടപ്പെടുകയും ചെയ്യും. ഇത്തരത്തിലുള്ള നിയമങ്ങളെല്ലാം ടർക്കിഷിൽ സംസാരത്തിൽ സ്മൂത്ത്നെസ് കൊണ്ടുവരുന്നതിനാണ് കൊണ്ടുവന്നിട്ടുള്ളത്. സോ മുമ്പ് പറഞ്ഞതുപോലെ വൊവൽസിനെ പോലെ തന്നെ ടർക്കിഷ് കൺസണൻസിന്റെ ഈ ക്ലാസിഫിക്കേഷൻസും കാറ്റഗറീസും അറിഞ്ഞിരിക്കുന്നതിലൂടെ കൺസണൻ ആൾട്ടർനേഷൻ അല്ലെങ്കിൽ മ്യൂട്ടേഷൻ, അതുപോലെ കൺസണൻ ഹാർമണി പോലുള്ള ടർക്കിഷ് ഗ്രാമറുകൾ കുറച്ചുകൂടെ സൗകര്യത്തോടെ പഠിക്കാൻ കഴിയും.